റിയലായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ, ഹൃദയപൂർവ്വം സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് അറിയാറുണ്ട്, പക്ഷേ നമ്മളങ്ങനെ ആവാറില്ല. ഇന്നത്തെ ഹദീസിൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്നറിയില്ല. വി ആർ ഇൻ എ ജേർണി ഓഫ് 40-day ഹദീസ് ജേർണി. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റും കൂടി ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആവട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് തോന്നിയതുകൊണ്ട് ഐ എം ടേക്കിംഗ് ഇറ്റ് ടു അനദർ വേ. അപ്പോൾ റിയൽ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്തൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരവും പ്രവർത്തനവും ജീവിത രീതികളും എന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ജീവിതം അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്നൊരു ലിമിറ്റ് നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? ഇത് പറ്റൂല, അങ്ങനെ പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഏറ്റവും ഈസി ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് അറിഞ്ഞൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആളുകൾ പറയുമായിരുന്നു, എന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നാറ് എന്ന്. അപ്പോൾ ആ പരിഗണന കൊടുക്കാൻ കഴിയുന്ന വിശാലമായ മനസ്സ് എന്ന് പറയില്ലേ, ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഏത് കൂട്ടത്തിലേക്കും ഇറങ്ങാൻ കഴിയുന്ന, ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ നേതാവെന്ന ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ ഒരു മനുഷ്യനെന്ന ഐഡൻറ്റിറ്റിയോടുകൂടി മാത്രം ആളുകളുമായിട്ട് സംവദിക്കുന്ന പവർഫുൾ ലീഡർ, a warrior, a preacher, a person of extreme excellence, a person of compassion, merciful, അതുപോലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പേഴ്സണാലിറ്റിയുടെ റോൾ മോഡൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും റോൾ മോഡലിൻ്റെ ആവശ്യം തോന്നാറേ ഇല്ല ആസ് ആൻ അഡൾട്ട്. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന മേഖലകളിൽ റോൾ മോഡൽസ് എടുക്കാറുണ്ടെങ്കിലും ഒരു വേ ഓഫ് ലിവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആരെയും റോൾ മോഡൽ ചെയ്യാറില്ല. നമ്മളെപ്പോഴും പറയും, എൻ്റെ ലൈഫല്ലേ, അതെനിക്കറിയാലോ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്, അത് എനിക്കിഷ്ടമുള്ള പോലെയല്ലേ ജീവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദാറ്റ് ബെസ്റ്റ് വേ ഓഫ് ലിവിങ് എന്ന് പലപ്പോഴും ആർക്കും ഒരു ക്ലീൻ ലൈൻ അല്ലെങ്കിൽ കറക്റ്റ് ലൈന് തോന്നാറില്ല. ഒരു പ്രവാചക ജീവിതം ജീവിക്കേണ്ടതാണ് എന്നറിയുമ്പോൾ പോലും മുഴുവനായിട്ടും നമുക്ക് ആക്സെപ്റ്റബിൾ ആവാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, എനിക്കതിന് മാത്രം അറിവില്ലല്ലോ, നമ്മൾ പ്രവാചകരൊന്നും അല്ലല്ലോ എന്നുള്ള നോർമൽ ക്ലീശേ സംഭവങ്ങൾ എല്ലാവരും പറയാറുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്. ഈ പഠിപ്പിക്കപ്പെടുന്ന വാല്യൂസും ഈ പഠിപ്പിക്കപ്പെടുന്ന പേഴ്സണാലിറ്റി, മൊഡാലിറ്റി പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു കുഞ്ഞ് മനസ്സിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് നമ്മൾ പഠിപ്പിക്കുന്ന മോറൽ വാല്യൂസ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ബി ഇറ്റ്. താങ്ക് യു പറയണം കേട്ടോ എന്ന് പറയുന്നതിനേക്കാളും താങ്ക് യു മോളെ, താങ്ക് യു കുട്ടി എന്ന് പറഞ്ഞാൽ പോരെ. സോറി പറയണം കേട്ടോ എന്ന് പറയുന്നതിനേക്കാളും ഒരു തെറ്റ് ചെയ്തു എന്ന് തോന്നുന്ന സമയത്ത് ഞാനൊരു ഉമ്മയാണെങ്കിൽ പോലും എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയെന്ന് തോന്നിയാൽ സോറി കേട്ടോ കുട്ടി എന്ന് എനിക്ക് പറയാമല്ലോ. അപ്പോൾ യു ആർ ആക്ച്വലി ബീയിങ് ദ വാല്യൂ എന്ന് പറയുമ്പോൾ അതിലേക്ക് പലപ്പോഴും നമുക്ക് കടന്നു വരാൻ പറ്റാത്തത് നമ്മൾ ജനിച്ച സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മൾ പഠിപ്പിച്ച പഠനങ്ങളുടെ ഡിഫറൻസ് കൊണ്ടോ ആക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ടോ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് റിയൽ ആവാൻ പറ്റാതെ പോയ നിമിഷങ്ങളൊക്കെ കൂടി വെച്ചിട്ടാണ് നമ്മളെ വീടുകളിലും നമുക്ക് ചുറ്റുമുള്ള ആളുകളിലും നമ്മുടെ പെരുമാറ്റങ്ങൾ സംഭവിക്കുന്നത്. പക്ഷേ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇഫ് യു ആർ എ പേഴ്സൺ ഹു വാണ്ട് ടു ലിവ് എ ഹാർട്ട്ഫുൾ ലിവിങ്, ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന, ഹൃദയത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തി ആവണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ എപ്പോഴും ഹൃദയപൂർവ്വം ജീവിച്ച ഒരാളെ റോൾ മോഡലാവാൻ നോക്കൂലേ? അതിൻ്റെ ഒരു ഭാഗമാണ് 40 ഡേ ഓഫ് പ്രോഫറ്റിക് ലിവിങ്. ആർക്ക് വേണമെങ്കിലും ജോയിൻ ആവാം, എപ്പോൾ വേണമെങ്കിലും ജോയിൻ ആവാം. ആൻഡ് ഇറ്റ് ഈസ് സൂപ്പർ സിമ്പിൾ. ഒരുപാട് ടാസ്ക് കാര്യങ്ങളൊന്നുമില്ല. യു വിൽ ജസ്റ്റ് ഗോ വിത്ത് ദ ഹദീസ്, യു വിൽ ജസ്റ്റ് ലിവ് ഇറ്റ് എവറി ഡേ എന്ന് പറയുന്നത് പോലെ സിമ്പിളായിട്ട്, ഈസി ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട്, അങ്ങനെയാണല്ലോ. വളരെ ഡിഫിക്കൽട്ടിയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഒരു വാല്യൂ ബേസ്ഡ് ലിവിങ് എന്നുള്ളതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ആൻഡ് സെറ്റ് ഓഫ് ഒരു വേ ഓഫ് ലൈഫാണ് ശരിക്കും പ്രവാചക ജീവിതം എന്ന് പറയുന്നത്. ഓൺലി ഡിഫിക്കൽട്ട് തിങ് ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഇസ് എ ഡിസിപ്ലിൻ.
പക്ഷേ നമ്മളതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുമ്പോൾ, ചെറിയ എക്സാമ്പിൾ പറയാം. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു റെസിപ്പി എനിക്കതുപോലെ തന്നെ ഉണ്ടാക്കണം. ഞാൻ രുചിച്ച ടേസ്റ്റ് ചെയ്ത ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തരുന്നത് ഞാൻ അതേപോലെ ആക്സെപ്റ്റ് ചെയ്യൂലേ? ബിക്കോസ് ഐ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്, ഐ നോ ദ ടേസ്റ്റ് ഓഫ് ഇറ്റ്. അതുപോലെ എനിക്ക് വേണമെങ്കിൽ ഞാൻ അതുപോലെ തന്നെ ചെയ്യണം, അങ്ങനെയല്ലേ? അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നുള്ളത് ആദ്യത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ടേസ്റ്റ് ചെയ്തതിനെ അക്നോളജ് ചെയ്ത് അതിനെ ഞാനാക്കി മാറ്റുക എന്നുള്ളത് സെക്കൻഡ് കാര്യമാണ്. ഇത് രണ്ടിനും ഒറ്റ കാര്യം മതി. ജസ്റ്റ് accept the fact that just take the decision of ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഡെസിഷൻ എടുക്കുക. യെസ്, ഐ വോണ്ട് ദിസ് ആൻഡ് ഐ എം ഗോയിങ് ടു ബി ഇറ്റ്. അത്രയേ ഉള്ളൂ. അതെന്ന് വേണമെങ്കിലും തുടങ്ങാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോഴും ചില നിബന്ധനകളൊക്കെ പാലിക്കേണ്ടി വരുമ്പോൾ പോലും നമുക്കത് ടഫായിട്ട് തോന്നില്ല, അത് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല. ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ബിക്കോസ് വി ആർ നോട്ട് യൂസ്ഡ് ടു ഇറ്റ് ഓർ നോട്ട് നമുക്ക് അറിയുന്ന ഒരു വേ ഓഫ് ലൈഫ് അല്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രയാസം മാറ്റി വെച്ചാൽ ഇതെന്തുകൊണ്ടാണ്, ഇതെങ്ങനെയാണ്, ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഉണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ അല്ലാതിരിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അതുമായിട്ട് യോജിക്കുന്ന ആളുകൾ, യുവർ വൈബ് അട്രാക്ട്സ് യുവർ ട്രൈബ് എന്ന് പറയുന്നത് പോലെ ആ വൈബിലുള്ള ആളുകൾ നമ്മളോട് വന്ന് ചേരും എന്ന് പറയുമ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? ഇതാണ് ശരിക്കും ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹദീസ് ടു ഷെയർ. സോ കണ്ടംപ്ലേറ്റ്.